നീ നിന്റെ ബോയ് ഫ്രണ്ടിനെ ഷെയർ ചെയ്യുമോ? കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ പൊട്ടിച്ച സംഭവം. റെന ഫാത്തിമയോട് ആദില ഇത് ചോദിക്കുമ്പോൾ, ഞാൻ തരം താഴ്ന്ന ആൾക്കാരോടാണ് ചിലയ്ക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ആദിലയോടും നൂറയോടും ചിലയ്ക്കുന്നതെന്നായിരുന്നു റെനയുടെ മറുപടി. റെന ബോയ് ഫ്രണ്ടിനെ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞ് വിഷയമെടുത്ത് നൂറ പൊട്ടിത്തെറിക്കുകയായിരുന്നു. പിന്നീട് പൊട്ടിക്കരയുന്ന റെനയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന നൂറയാണ് കാണുന്നത്. ഇതൊക്കെ ഒരു ലാഘവത്തിലെടുക്കേണ്ടേ, ഒക്കെ ഗെയിമല്ലേ എന്ന് നൂറ. എന്നാൽ അടുത്തിരുന്ന ആദില കോപത്തോടെ ഹഗ് ചെയ്യല്ലേ എന്ന് നൂറയോട് ആജ്ഞാപിക്കുന്നു. അത് ശ്രദ്ധിക്കാതെ നൂറ ഞാനിവിടെ ഒരു പെങ്ങളായിട്ടാണ് കാണുന്നതെന്ന് ബിനിയോട് പറയുന്നു. എന്നാൽ ഈ വിഷയം വിടാൻ ആദില ഒരുക്കമായിരുന്നില്ല. കൊച്ചുകുട്ടിയാണ്, ഞാനവളെ ഒരു പെങ്ങളായിട്ടാണ് കാണുന്നതെന്ന് നൂറ ആദിലയോടും പറയുന്നു. എല്ലാവരെയും സിസ്റ്റേഴ്സും ബ്രദേഴ്സുമായിട്ട് കാണാനല്ല നമ്മളെ ഓരോരുത്തരയക്കുക. അത് കുഴപ്പമില്ല, അത് ഞങ്ങളുടെ പ്രശ്നമല്ലെന്ന് നൂറ. അത് ഞങ്ങളുടെ പ്രശ്നമാണ്, ആദില കടുപ്പിക്കുന്നു. ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിലോ അങ്ങനൊരു ക്ലോസ്ഡ് എൻവയോൺമെന്റിലോ നിൽക്കേണ്ടവരല്ല. നമ്മൾ കുറേ പേരുടെ പ്രതിനിധികളാണ്. എന്നാൽ അവളൊരു സോറി പറഞ്ഞു, ഞാൻ ക്ഷമിച്ചുവെന്ന് നൂറ. ഇത് നിന്റെ മാത്രം പ്രശ്നമല്ല, എന്തു ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് ആദില എഴുന്നേറ്റ് പോകുന്നു. ആദിലയുടെ ഈ വാക്കുകളോടുള്ള അതൃപ്തി നൂറയുടെ മുഖത്ത് പ്രകടമാണ്. ഹൗസിലെത്തിയതിനു ശേഷം ആദ്യമായാണ് ആദിലയും നൂറയും തമ്മിൽ സുഖകരമല്ലാത്തൊരു സംസാരമുണ്ടാവുന്നത്. നമ്മൾ കുറേ പേരുടെ പ്രതിനിധികളാണെന്ന് ആദില എടുത്തു പറയുന്നുണ്ട്. റെനയുടെ കള്ളക്കണ്ണീര് കണ്ട് എന്തിനു മാപ്പ് കൊടുത്തുവെന്നാണ് ആദിലയുടെ ചോദ്യം. നേരത്തെ സാധനങ്ങൾ വെക്കുന്ന ഇടത്തെ ചൊല്ലി അനുവും ആര്യനും തമ്മിലുള്ള തർക്കമാണ് പൊട്ടിത്തെറികൾക്ക് തുടക്കം. പ്രശ്നം പരിഹരിക്കാൻ ബിഗ് ബോസ് എല്ലാവരെയും മീറ്റിംഗ് ഏരിയയിലേക്ക് വിളിച്ചപ്പോഴായിരുന്നു റെന നൂറ ഫൈറ്റ് നടക്കുന്നത്. ചില ആൾക്കാർ സർവൈവ് ചെയ്യാൻ മസാജ് സെന്റർ വരെ തുടങ്ങിയിരിക്കുക. അപ്പാനിയുടെയും അക്ബറിന്റെയും മൂട് താങ്ങി. അങ്ങനെ നിരവധി കാര്യങ്ങൾ തുടർച്ചയായി നൂറ ഉയർത്തിവിട്ടതോടെ, കപ്പിൾസായി വന്നതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ ഷോയിൽ പ്രവേശനം കിട്ടിയത്, ഒറ്റയ്ക്ക് നിങ്ങൾ ഒന്നുമാവില്ലെന്ന് പറഞ്ഞ് റെനയും തിരിച്ചടിച്ചു. എന്നാൽ ഇതിന് പരിഹസിച്ചുകൊണ്ടായിരുന്നു ആദിലയുടെ മറുപടി. റെനയുടെ കാമുകനായ ആലിബിനെ ബിഗ് ബോസ് വിളിക്കാത്തത് അവന് അതിനുള്ള ത്രാണി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്ന്. ഇതോടെ സങ്കടം സഹിക്കാനാകാതെ റെന എഴുന്നേറ്റുപോയി. മോശമായ ഒരു പരാമർശത്തിന്റെ പേരിൽ അപ്പാനി ശരത്തും ആദിലയോടും നൂറയോടും പരസ്യമായി ക്ഷമ പറയുകയും ചെയ്തിരുന്നു. ബിഗ് ബോസ് മലയാളം ഷോയിലെ ആദ്യ ലെസ്ബിയൻ കപ്പിൾസ് മത്സരാർത്ഥികളാണ് ആദിലയും നൂറയും. ഇവരെ പിരിക്കുമെന്ന് പറഞ്ഞ നെവിൻ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യുകയും ഒടുവിൽ മാപ്പ് പറഞ്ഞ് തിരികെ കയറുകയും ചെയ്തിരുന്നു. പിരിക്കുമെന്ന് പറഞ്ഞ ഒരാൾ കൂടിയുണ്ട്, അനീഷ് തറയിൽ. ഏതായാലും റെന ഫാത്തിമ കാരണം ആദില നൂറയ്ക്കിടയിൽ ഒരു അസ്വാരസ്യം ഉടലെടുത്തു എന്നു തന്നെ പറയാം. കാരണം ഇപ്പോൾ അവർ ഇരുവരും ഒറ്റ മത്സരാർത്ഥികളല്ല, രണ്ടുപേരും വെവ്വേറെയാണ് മത്സരിക്കുന്നത്. പരസ്പരം ശത്രുത തുടങ്ങിവെച്ച് ഇനി അതൊരു ഗെയിം ആയിട്ടെടുക്കാനും സാധ്യതയുണ്ട്.